നമസ്കാരം. സംസ്ഥാനത്തുടനീളം ഈദ് ആഘോഷങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഭരണകൂടം. ആഘോഷങ്ങൾ സമാധാനപരമായി നടത്തുന്നതിന് മത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായി ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായ അമിതാഭ് യാഷ് അറിയിച്ചിട്ടുമുണ്ട്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തരുത്, അതിനോടൊപ്പം മസ്ജിദിന്റെ പരിസരങ്ങളിൽ മാത്രമേ നമാസ് നടത്തുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഈ മത മേലധ്യക്ഷന്മാർക്ക് ഉത്തർപ്രദേശിലെ പോലീസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. സംഘർഷ സാധ്യതയുള്ള സെൻസിറ്റീവ് സോണുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആരാധനാലയങ്ങൾക്ക് പുറത്തായി വലിയ തോതിൽ തന്നെ വിന്യസിച്ചിട്ടുമുണ്ട്. ഉത്തർപ്രദേശിൽ ഇത്ര കണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും വിഭിന്നമായി അവിടെ രാമനവമി എന്ന ആഘോഷം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കാറുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയും രാമനവമി വലിയ ആഘോഷമായി തന്നെയാണ് കൊണ്ടാടുന്നത്. ഈ വരുന്ന 17-ാം തീയതിയാണ് രാമനവമി എങ്കിൽ പോലും ഇതിന്റെ ആഘോഷങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ഇതിനോടകം തന്നെ വിപുലമായി ഉത്തർപ്രദേശിൽ തുടങ്ങിക്കഴിഞ്ഞു. ഈദും രാമനവമിയും വിപുലമായി ആഘോഷിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കൂട്ടരും പരസ്പരം പോരടിക്കുന്ന ഒരു സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവ പരമ്പരകൾക്കും കുറവില്ലാത്ത സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രത്തിൽ ആരാധന തുടങ്ങിയതിനു ശേഷം എത്തുന്ന ആദ്യത്തെ രാമനവമി കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഉപരി ഒരുപടി കൂടുതൽ സുരക്ഷാ വിന്യാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉത്തർപ്രദേശിന് ആവശ്യമായി വരുന്നത്. ന്യൂസ് ഡെസ്ക് ഈസിറ്റി മലയാളം.